ഗുഡ് മോർണിംഗ് ഓൾ. സോ നമ്മള് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്കില് തേർഡ് ചാപ്റ്റർ ഗ്രീൻ റെവല്യൂഷൻ വരെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സബ്സിഡീസ്, ഗ്രീൻ റെവല്യൂഷൻ, അഗ്രികൾച്ചർ മേഖലകളിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിന്റെ ബാക്കി എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. അപ്പൊ നമ്മൾ അഗ്രികൾച്ചറിന്റെ കേസ് പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് ഇൻഡസ്ട്രിയും ട്രേഡും, അതായത് വ്യവസായങ്ങളുടെ കണ്ടീഷൻ അന്ന് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക, കാരണം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിന്റെ കീഴിൽ പറയാനുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇപ്പം വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ലക്ഷണമാണ് അവിടുത്തെ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലായിരിക്കും നല്ല രീതിയിലുള്ള ഇൻഡസ്ട്രികൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ നമുക്കൊരു ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്താൽ തന്നെ കിട്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരു പാവപ്പെട്ട രാജ്യത്തിന് അല്ലെങ്കിൽ വളരെ വികസിച്ചിട്ടില്ലാത്ത ഒരു രാജ്യത്തിന് ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? നല്ല നല്ല വ്യവസായങ്ങൾ വേണം അല്ലെ. ഗുഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ വേണം എന്നുള്ള കാര്യം നമ്മുടെ എക്കണോമിസ്റ്റുകൾക്ക് മനസ്സിലായി. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ സെക്ടർ കൊണ്ടുവരണം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പം അഗ്രികൾച്ചർ പോരെ, അല്ലെങ്കിൽ സർവീസ് സെക്ടർ പോരെ, അതിന് പകരം എന്തിനാണ് നമ്മൾ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഒറ്റ കാരണമേ ഉള്ളൂ. വൈ? ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെന്റ്. ഓക്കെ, എംപ്ലോയ്മെന്റ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനാണെങ്കിൽ അഗ്രികൾച്ചറിൽ നമുക്ക് എംപ്ലോയ്മെന്റ് കിട്ടത്തില്ലേ, സർവീസ് സെക്ടറിൽ നമുക്ക് എംപ്ലോയ്മെന്റ് കിട്ടത്തില്ലേ, പിന്നെന്താ ഇൻഡസ്ട്രിക്ക് മാത്രം കൊമ്പുണ്ടോ? കുറച്ച് കൊമ്പുണ്ട്. അതായത് അഗ്രികൾച്ചർ സെക്ടറിലെ ജോലി എന്ന് പറയുന്നത് മിക്കവാറും സീസണൽ ആയിരിക്കും അല്ലെ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമ്മൾ വർഷം മുഴുവൻ നെൽകൃഷി ചെയ്യുന്ന കർഷകർ ഉണ്ടായിരിക്കാം, പക്ഷെ എങ്കിൽ പോലും ചില പ്രത്യേക സീസണുകളിലായിരിക്കും അവരതിന് മുൻതൂക്കം കൊടുക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാർഷിക വിളകളാണെന്നിരിക്കട്ടെ, ഇപ്പൊ ഒരു മാർച്ച്, ഒരു ഏപ്രിൽ ടൈം ഒക്കെ ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാങ്ങ സീസൺ തുടങ്ങും അല്ലെ. നിങ്ങളുടെ നാട്ടിലൊക്കെ മാങ്ങ കൂടുതലായിട്ടും അവൈലബിൾ ആയിരിക്കും. അപ്പോ ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിസംബർ ഒക്കെ ആവുമ്പോഴത്തേക്ക് നമുക്കൊന്നും അത്ര മാങ്ങയുടെ ക്രേസ് ഉണ്ടാവില്ല, അല്ലെ മാങ്ങ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അവൈലബിളും ആയിരിക്കില്ല. അപ്പൊ അഗ്രികൾച്ചറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രികൾ എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ ഇയർ ജോലിയാണ് അല്ലെ. ഇപ്പൊ വർഷം മുഴുവനും ഒരു ഇൻഡസ്ട്രി ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു വ്യവസായം നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കും, ഇപ്പൊ ഒരു കയറിന്റെ വ്യവസായം ആയിക്കോട്ടെ, വർഷം മുഴുവൻ അവിടെ നമ്മൾ കയർ ഉൽപ്പാദിപ്പിക്കും അല്ലെ. ആൾക്കാർക്ക് വേണോ വേണ്ടയോ എന്നുള്ളതല്ല, അവിടെ നമ്മൾ വർഷം മുഴുവൻ എന്ത് ചെയ്യും? ഈ പറയുന്ന കയർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ 5 ഇയർ പ്ലാന്റ് ഒരു ഗോളായിട്ട് പറഞ്ഞ സാധനമാണ് മോഡേണൈസേഷൻ അല്ലെ. പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കാനും പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും അതുപോലെ ആൾക്കാരുടെ മൊത്തത്തിലുള്ള ആ ഒരു ലൈഫ് മെച്ചപ്പെടുത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഇൻഡസ്ട്രികളാണ്. ഒരു രാജ്യത്ത് ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് എന്താണ് വികസനം സാധ്യമാകും എന്നുള്ള കാര്യത്തിന് നമുക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ അത് അഗ്രികൾച്ചറിന്റെ കേസിൽ എത്രമാത്രം പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോസിബിൾ ആയിട്ട് പറയാനും പറ്റില്ല. ഓക്കെ, സോ ഇൻഡസ്ട്രിയും ട്രേഡും വളരെ ഇമ്പോർട്ടന്റ് ആണ് രാജ്യത്തിന് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നപ്പോ, 5 ഇയർ പ്ലാൻസ് കൊണ്ടുവന്നപ്പോ അവിടെ നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടൻസ് എന്തിന് കൊടുത്തിട്ടുണ്ട്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതായത് വ്യവസായങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ട്രേഡ് എന്ന് പറയുമ്പോൾ നല്ല ഇൻഡസ്ട്രിയൽ സെക്ടറുകൾ നമ്മുടെ ഒരു രാജ്യത്തിന്റെ വികസനത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് കൂടുതൽ എംപ്ലോയ്മെന്റ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി 5 ഇയർ പ്ലാൻസിന്റെ സമയത്ത് കൂടുതൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് ആര് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ഗവൺമെന്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ ബ്രിട്ടീഷുകാര് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കോട്ടൺ ആയിരുന്നു, രണ്ടാമത്തത് ജൂട്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് മഹാരാഷ്ട്ര അതുപോലെ തന്നെ ബംഗാൾ ഏരിയയിലൊക്കെ ആയിട്ട് വ്യാപിച്ചു കിടന്നിരുന്ന കോട്ടൺ, ജൂട്ട് ഇൻഡസ്ട്രികളാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. മഹാരാഷ്ട്ര, മുംബൈ ഏരിയയിലൊക്കെ കോട്ടന്റെ വ്യവസായങ്ങളും അതുപോലെ ജൂട്ടിന്റെ വ്യവസായങ്ങൾ ബംഗാൾ ഏരിയയിലൊക്കെയാണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ അതൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, എന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു മെച്ചപ്പെടൽ വേണം അല്ലെ. മെച്ചപ്പെടൽ വേണം. പിന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രികളായിരുന്നു. ഒന്ന് നമ്മുടെ ടിസ്കോ എന്ന് പറയുന്നത്, അത് ജംഷഡ്പൂരിലായിരുന്നു.
1907 വന്നിട്ടുള്ള, നിങ്ങൾ ആ ഒരു ഡേറ്റ് മറന്നു പോരുത് കേട്ടോ. ടിസ്കോയുടെ ഡേറ്റ് മറന്നു പോരുത്. ഇപ്പൊ ടിസ്കോ ഉണ്ട്, അത് 1907 പിന്നെ ഈ പറയുന്നത് പോലെ മറ്റൊരെണ്ണം കൊൽക്കത്തയിലും കൂടെ സ്ഥാപിതമാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു രണ്ട് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രികളൊക്കെ ഈ ഒരു സമയത്ത് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരു ഇൻഡസ്ട്രിയൽ ബേസ് തന്നെ ഇന്ത്യയിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല, അതിനു വേണ്ടിയിട്ട് യാതൊരു പ്രവർത്തനങ്ങളും യാതൊരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കാം അല്ലെ. അപ്പോ എന്താണ്, അപ്പൊ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രീസ് ബെറ്റർ ആക്കണം, നമ്മുടെ രാജ്യത്തിലെ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻഡസ്ട്രികൾ വികസിപ്പിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ആസ് എൻ ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. അപ്പൊ ഇൻഡസ്ട്രികൾ എത്രമാത്രം നമ്മുടെ ഇക്കോണമിയിൽ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആൾക്കാർക്ക് കൂടുതൽ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ മുഖ്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി അല്ലെ, ഓഗസ്റ്റ് 1947, 1947 ഓഗസ്റ്റ് 15 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. അപ്പൊ ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോ ഈ പറയുന്ന എക്കണോമിസ്റ്റുകൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഓക്കെ നമുക്ക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് തരം ഇൻഡസ്ട്രികൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? അതൊരു ചോദ്യമാണ് അല്ലെ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് പറയും? അപ്പൊ എന്ത് ഇൻഡസ്ട്രികൾക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തണോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ഏറ്റെടുത്ത് നടത്തണോ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരുടെ തലമണ്ടയിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ എന്ത് ഇൻഡസ്ട്രിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഇനി നിങ്ങളായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, അന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള വകുപ്പുണ്ടോ? അതായത് ഒരു പുതിയ ഇൻഡസ്ട്രി തുടങ്ങാനുള്ള പൈസയോ കാര്യങ്ങളോ ഒന്നും ഇവിടുത്തെ ഇന്ത്യക്കാരുടെ കയ്യിലും ഇല്ല. അപ്പൊ അതും ഒരു പ്രശ്നമാണ് അല്ലെ. അതുപോലെ തന്നെ പുറത്തുള്ള വ്യവസായികളോട് ഇന്ത്യയിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും നടക്കണമെന്നില്ല. കാരണം ഇത്രയും പാവപ്പെട്ട ഒരു രാജ്യത്തിൽ, അത് ഒരു കൊച്ചായിട്ട് ഇങ്ങനെ പിച്ച വെച്ച് നടന്നു വരുന്ന ഒരു രാജ്യത്ത് കൊണ്ടുവന്ന് പെട്ടെന്ന് അങ്ങനെ ആർക്കും ആ ഒരു വിശ്വാസം കിട്ടില്ല. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങള് പുറത്തൊരു വലിയ റിച്ച് ആയിട്ടുള്ള ഒരു വ്യവസായിയാണ്. അപ്പൊ നിങ്ങള് ഇതുപോലെ ജസ്റ്റ് എന്താണ് ഓപ്പൺ ആയി വന്നിരിക്കുന്ന ഒരു എക്കോണമിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവോ? നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല, കാരണം നമുക്കൊരു പേടി വരുമല്ലോ. അപ്പൊ അത് തന്നെയാണ് ഇവർക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടർ ഇനി വളരണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങിയേ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ ഗവൺമെന്റ് വളരെ വിഷമത്തോടെ മനസ്സിലാക്കുകയാണ്. അതായത് ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് ഇൻഡസ്ട്രികൾ ഇടാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം നമ്മുടെ ഗവൺമെന്റിന് മനസ്സിലാവുന്നു. ഓക്കെ, അപ്പൊ അല്ലാതെ ഇവിടെ ആൾക്കാരുടെ കയ്യിലൊന്നും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള പൈസയോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ധൈര്യമോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അതൊരു പ്രശ്നമായിരുന്നു. അപ്പൊ ഇത് കൂടാതെ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് 5-year പ്ലാനിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് സെക്കൻഡ് 5-year പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ആരായിരുന്നു അദ്ദേഹം? നമ്മുടെ PC മെഹ്ലനോബിസ് അല്ലെ. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന ഇൻഡസ്ട്രികൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഗവൺമെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള വ്യവസായങ്ങളാണ് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയെ ഒരു സോഷ്യലിസ്റ്റ് ലൈനിൽ, അതായത് നമ്മുടെ അതായത് ഗവൺമെന്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു നയം എടുക്കണം എന്നുള്ളതായിരുന്നു സെക്കൻഡ് 5-year പ്ലാനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് എല്ലാ ഇൻഡസ്ട്രികളും എടുക്കണോന്ന് ചോദിച്ചാൽ അല്ല, പകരം ഗവൺമെന്റിന് നല്ലതാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന് ഈ പറയുന്ന കംപ്ലീറ്റ് കൺട്രോൾ വേണം എന്ന് തോന്നുന്ന ചില ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ, ചില മേഖലകൾ ഉണ്ടല്ലോ. അപ്പൊ അതിൽ എന്ത് ചെയ്യണം, ഗവൺമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് തന്നെയാണ് ഈ രണ്ടാം 5-year പ്ലാനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗവൺമെന്റ് കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടായിരിക്കണം, ഒരു തരം മോണോപ്പൊളി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലത്തെ. അതായത് ചില മേഖലകളിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം, അവരുടെ കൺട്രോൾ കൊടുക്കണം എന്നുള്ളതായിരുന്നു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ അതേസമയം എന്ത് ചെയ്യും, പ്രൈവറ്റ് സെക്ടർ ഒരു വഴിക്കൂടെ പോവും, പക്ഷെ പബ്ലിക് സെക്ടർ ആയിരിക്കും വഴി കാണിച്ചു കൊടുക്കുന്നത്. ആ ഒരു രീതിയിലാണ്. അതായത് പബ്ലിക് സെക്ടർ ഓൾറെഡി ഉണ്ട്,
ആ പ്രൈവറ്റ് സെക്ടർ ഓൾറെഡി ഉണ്ട്, അതിന്റെ കൂടെ പ്രൈവറ്റും കൂടെ വർക്ക് ചെയ്യും. പക്ഷെ ഒരു പിടി മുന്നിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പബ്ലിക് സെക്ടർ ആയിരിക്കും. അതായത് ഗവൺമെന്റിന് ഒരു ഇച്ചിരി ഒരു കൺട്രോൾ കൂടുതലാണെന്നുള്ള കാര്യം, ഇച്ചിരി സുപ്പീരിയർ ആണെന്നുള്ള കാര്യം നിങ്ങൾ അവിടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതായിരുന്നു പബ്ലിക് പ്രൈവറ്റ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പൊ ആർക്കാണ് ഇമ്പോർട്ടൻസ് കിട്ടിയത്, പബ്ലിക്കിനാണോ പ്രൈവറ്റിനാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പബ്ലിക്കിനാണ്. അപ്പൊ അത് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഗവൺമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യങ്ങള്, ഈ ഇന്ത്യയിൽ അന്ന് ഉണ്ടായിരുന്ന വ്യവസായികൾക്കൊന്നും ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള എന്താണ് ആ ഒരു കഴിവില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ മാർക്കറ്റ് ഒരു പ്രശ്നമായിരുന്നു അല്ലെ. അതായത് പുറത്തുള്ള ആൾക്കാർക്ക് ഇന്ത്യക്ക് ഉള്ളിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഭയവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് IPR എന്ന് പറയുന്നത്. IPR എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാൻ ഇനി പലയിടത്തും IPR എന്നായിരിക്കും ഇതിനെ പറയുന്നത്. IPR എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956. ഇതിനു മുമ്പൊക്കെ നമുക്ക് 1948 IPR ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതാന്ന് ചോദിച്ചാൽ അത് IPR 1956 ആണ്. ഓക്കെ, അപ്പോ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1956 നമ്മൾ എടുക്കുന്ന എന്താന്ന് വെച്ചാൽ, ഈ സ്റ്റേറ്റ് ആണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. സ്റ്റേറ്റ് ആണ് ഒരു ഇക്കോണമിയിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു നയമായിരുന്നു ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പബ്ലിക് സെക്ടറും ഉണ്ട് പ്രൈവറ്റ് സെക്ടറും ഉണ്ട്, പക്ഷെ മുൻതൂക്കം എന്ന് പറയുന്നത് എപ്പോഴും പബ്ലിക് സെക്ടറിനായിരിക്കും അല്ലെങ്കിൽ ഗവൺമെന്റിനായിരിക്കും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഒക്കെ തുടങ്ങുന്നത് കേട്ടോ. സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഒക്കെ തുടങ്ങുന്നത് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ടുവരുന്നതിന്റെ ബേസിസ് എന്ന് പറയുന്നത് എന്താണ്, ഈ IPR എന്ന് പറയുന്ന സംഭവമാണ്. ഓക്കെ, അപ്പം പിന്നീട് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഗട്സ് നമുക്ക് കിട്ടുന്നത് സത്യം പറഞ്ഞ ഈ IPR-ൽ നിന്നാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഈ റെസൊല്യൂഷനെ 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്. ഈ ഒരു റെസൊല്യൂഷനിലൂടെ നമ്മൾ ഇൻഡസ്ട്രികളെ, റെസൊല്യൂഷനെ അല്ല ഇൻഡസ്ട്രികളെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാറ്റഗറി എന്ന് പറയുന്നത് പബ്ലിക് ആണ്. പബ്ലിക് ആണ്. ഓക്കെ, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് പബ്ലിക്കും പ്രൈവറ്റും കൂടെ വരുന്നതാണ്. പബ്ലിക് ഒരു സൈഡിൽ കാണും, പ്രൈവറ്റ് അപ്പുറത്തെ സൈഡിൽ കാണുന്നുള്ള രീതിക്കുള്ള പബ്ലിക്കും ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ആരും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈവറ്റ് മാത്രമാണ്. ഓക്കെ, ഇത് പഠിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അതായത് നമ്മൾ ഇൻഡസ്ട്രികളെ 3 കാറ്റഗറി ആക്കുന്നു. പബ്ലിക് ഉണ്ട്, പബ്ലിക്കും പ്രൈവറ്റും ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ 3 കാറ്റഗറി ആക്കിയാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി കംപ്രൈസ് ഇൻഡസ്ട്രീസ് വിച്ച് കുഡ് ബി എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ ദ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് മാത്രം അല്ലെ, ഗവൺമെന്റിന് പൂർണ്ണ അധികാരമുള്ള, ഗവൺമെന്റ് മാത്രം ഓൺ ചെയ്യുന്ന ഇൻഡസ്ട്രികളായിരിക്കും ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക. ആദ്യത്തെ കാറ്റഗറിയിൽ ആരാണ് വരുന്നത്, ഗവൺമെന്റ് മാത്രമാണ് വരുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് പ്രൈവറ്റ് സെക്ടറും വരും, അതിന്റെ കൂടെ ആരും വരും, പബ്ലിക് സെക്ടറും കൂടെ വരും. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പുതിയ ഏതെങ്കിലും ഇൻഡസ്ട്രി ഇടണം എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും എടുക്കുന്ന ആരായിരിക്കും, ഗവൺമെന്റ് ആയിരിക്കും. പ്രൈവറ്റും പബ്ലിക്കും ഉണ്ട്, പക്ഷേ പബ്ലിക്കിനാണ് മുൻതൂക്കം. ഓക്കെ, എന്നാൽ പബ്ലിക് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതാണ് ആദ്യത്തതും രണ്ടാമത്തതും തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തേതിൽ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും അവിടെ ഒന്നിനും അധികാരമില്ല. ഓക്കെ, പക്ഷെ രണ്ടാമത്തതില് പ്രൈവറ്റും ഉണ്ട് പബ്ലിക്കും ഉണ്ട്, പക്ഷെ ആർക്കാണ് മുൻതൂക്കം എന്ന് ചോദിച്ചാൽ അത് പബ്ലിക്കാണ്, ഗവൺമെന്റിനാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. മൂന്നാമത്തതില് പ്രൈവറ്റ് സെക്ടർ മാത്രം. ബാക്കിയുള്ള കുറച്ച് ഇൻഡസ്ട്രികളൊക്കെ പ്രൈവറ്റ് സെക്ടറിന്റെ കയ്യിൽ കാണുമല്ലോ, തുച്ഛമായിട്ടുള്ള, അതെല്ലാം വരുന്നത് ഈ മൂന്നാമത്തെ സെക്ടർ ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടറിൽ ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞ ഈ കാറ്റഗറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമതായിട്ട് ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും, കംപ്ലീറ്റ്ലി ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. രണ്ടാമത്തത് പ്രൈവറ്റും പബ്ലിക്കും ഉണ്ട്, പക്ഷെ ഗവൺമെന്റ് ആയിരിക്കും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ഇടുന്നത്. മൂന്നാമതായിട്ട് പ്രൈവറ്റ് സെക്ടർ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ
ഇങ്ങനെ തന്നെ ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ പഠിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ IPR-ലുള്ള ഇൻഡസ്ട്രികളെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ച്വലി നമ്മുടെ സെക്കൻഡ് 5-year പ്ലാൻ. TC മെഹ്ലോബിസ് പ്ലാൻ ചെയ്ത സെക്കൻഡ് 5-year പ്ലാനിന്റെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത് ഈ IPR 1956 ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുക, ആഹാ നമ്മുടെ ഗവൺമെന്റ് കൊള്ളാലോ, ഇവരിങ്ങനെ പ്രൈവറ്റ് സെക്ടറിന് മുൻതൂക്കമൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് മുൻതൂക്കമൊക്കെ കൊടുക്കുന്നില്ല, ഗവൺമെന്റിന് തന്നെയാണ് മുൻതൂക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിതേ മൂന്നാമത്തെ കാറ്റഗറിയിൽ പ്രൈവറ്റ് സെക്ടർ ആണല്ലോ കൊടുത്തിരിക്കുന്നത്, നല്ല പുള്ളികളാണ് അല്ലെ, അവര് നല്ല കാര്യമാണ് ചെയ്തതെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോഴാണ് ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഗവൺമെന്റ് പറയാണ്, എടാ പ്രൈവറ്റ് സെക്ടറെ, നിനക്ക് ഇഷ്ടമുള്ള യൂണിറ്റും ഇൻഡസ്ട്രിയും ഒക്കെ ഇടാം, പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ലൈസൻസ് വാങ്ങണം. ഓക്കെ, അപ്പൊ ലൈസൻസ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രൈവറ്റ് സെക്ടറിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുതിയൊരു യൂണിറ്റ് ഇടാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പുതിയൊരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ ലൈസൻസ് വേണം. അപ്പൊ ആ ലൈസൻസ് കിട്ടേണ്ട ആരുടെ കയ്യിന്നാ, ഗവൺമെന്റിന്റെ കയ്യിന്നാ. അപ്പൊ ഗവൺമെന്റ് അത് കൊടുത്താലേ കാര്യമുള്ളൂ അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിനെ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ പഠിക്കും, ഒരു ലൈസൻസ് രാജ് എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പൊ ഇതെന്തായാലും കേട്ടിരിക്കുക. അപ്പൊ ലൈസൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻഡസ്ട്രി ഇടാൻ പറ്റത്തില്ല. അപ്പൊ ഗവൺമെന്റ് ഇൻഡയറക്ട്ലി എന്ത് ചെയ്യാണ്, പ്രൈവറ്റ് സെക്ടറിനെ കൺട്രോൾ ചെയ്യാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ പുതിയ സെക്ടർ വല്ലതും ഇടണമെന്നുണ്ടെങ്കിൽ, പുതിയ ഇൻഡസ്ട്രി വല്ലതും ഇടണമെന്നുണ്ടെങ്കിലും അവിടെ ലൈസൻസ് ഇല്ലാതെ ഒരു വകുപ്പും ഇല്ല. മനസ്സിലായോ? പക്ഷേ ഇതിന് വേറൊരു ഗൂഢ ഉദ്ദേശം ഉണ്ടായിരുന്നു നമ്മുടെ ഗവൺമെന്റിന്. ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു ഇളവ് തരാം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഒരു ഓഫർ തരാം. ഇല്ല, ചില ഭൂതങ്ങളൊക്കെ കുപ്പിന്ന് വന്നിട്ട് പറയത്തില്ലേ, ഓക്കെ നിങ്ങൾക്ക് ഞാൻ ഒരു വരം തരാം എന്ന് പറയത്തില്ലേ, അതുപോലെ നിങ്ങൾ ലൈസൻസ് എടുത്തോ. നിങ്ങൾക്ക് ലൈസൻസ് എളുപ്പത്തിൽ കിട്ടാൻ ഒരു വഴിയുണ്ട്. നിങ്ങൾ ഇന്ത്യയിലെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയയിൽ പോയിട്ട് ഒരു ഇൻഡസ്ട്രി തുടങ്ങി നോക്ക്, ഞാൻ നിങ്ങൾക്ക് ലൈസൻസ് തരും എന്നിവര് പറയാണ്. അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയയിൽ കൊണ്ടുവന്ന് ഇൻഡസ്ട്രി തുടങ്ങിയാൽ അവർക്ക് ലൈസൻസ് കിട്ടാൻ എളുപ്പമായിരിക്കും എന്നുള്ള ഒരു പോളിസി നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നു. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് പുറകോട്ട് ഇരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ഇൻഡസ്ട്രി ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഒരുപാട് ജോലി കിട്ടും. അപ്പൊ അതുവഴി ആൾക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അതൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഈ ലൈസൻസ് എന്ന് പറയുന്ന സംഭവം കുറച്ചുകൂടി എളുപ്പത്തിൽ ബാക്ക്വേർഡ് റീജിയൻസിൽ തുടങ്ങുന്ന ഇൻഡസ്ട്രികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോ നമ്മൾ 3 കാറ്റഗറി ഒക്കെ ആക്കി പറഞ്ഞു. മൂന്നാമത്തെ കാറ്റഗറിയിൽ പ്രൈവറ്റ് സെക്ടറിനെ ഒക്കെ ഉൾക്കൊള്ളിച്ചെങ്കിലും ഇവർക്ക് ലൈസൻസ് ഇല്ലാതെ പുതിയ ഒരു ഇൻഡസ്ട്രി പോലും തുടങ്ങാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് പുതിയൊരു ഇൻഡസ്ട്രി തുടങ്ങണം. എവിടെ? എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്ഥലത്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈസൻസ് കിട്ടാൻ എളുപ്പമായിരിക്കും. ഇതാണ് ഗവൺമെന്റ് കൊടുത്ത ഒരു ഓഫർ. ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഓഫർ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അത് മാത്രമാണോ? അത് മാത്രമല്ല, ഈ ബാക്ക്വേർഡ് ഏരിയാസിലുള്ള ആൾക്കാർക്ക് എന്താണ്, ഈ പറയുന്ന ഇൻഡസ്ട്രി തുടങ്ങുന്ന ആൾക്കാർക്ക് ടാക്സ് ബെനിഫിറ്റുകൾ കൊടുക്കും. ഇലക്ട്രിസിറ്റി ഒക്കെ വളരെ കുറഞ്ഞ താരിഫിൽ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു താരിഫ്? താരിഫ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടാക്സ് ഓൺ ഇമ്പോർട്ട്സ് ആണ് അല്ലെ. അതായത് നമ്മുടെ ഇമ്പോർട്ട്സിന് മേലുള്ള ടാക്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന താരിഫ് എന്ന് പറയുന്നത്, ടാക്സ് ഓൺ ഇമ്പോർട്ട്സ്. ഓക്കെ, അപ്പോ ടാക്സ് ബെനിഫിറ്റ്സ് കൊടുത്തു. അതുപോലെ തന്നെ വളരെ ചെറിയ അളവിൽ എന്താ കൊടുത്തു, താരിഫ്, ഇലക്ട്രിസിറ്റി ഒക്കെ വളരെ ചെറിയ അളവിലൊക്കെ ഗവൺമെന്റ് കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് കൺസെഷനും ഉണ്ട്. അതായത് ബാക്ക്വേർഡ് ഏരിയാസിൽ കൊണ്ടുവന്ന് ഇൻഡസ്ട്രികൾ ഇട്ടാൽ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റുകൾ ഉണ്ട്, നിങ്ങൾക്ക് ടാക്സ് ഒക്കെ കുറച്ച് അടച്ചാൽ മതി. അതുപോലെ വളരെ കുറഞ്ഞ നിരക്കിന് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ ഗവൺമെന്റ് സപ്ലൈ ചെയ്യും എന്നുള്ള രീതിക്കൊക്കെ അവർ പറയാൻ തുടങ്ങി. അതായത് ആൾക്കാരെ മാക്സിമം എന്ത് ചെയ്യണം, ഈ ബാക്ക്വേർഡ് ഏരിയാസിലേക്ക് വരുത്തണം അല്ലെ. ഇൻഡസ്ട്രികളെ മാക്സിമം ബാക്ക്വേർഡ് ഏരിയാസിലേക്ക് വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം, ഒരു റീജിയണൽ ഇക്വാളിറ്റി, ആദ്യം തന്നെ നമുക്കൊരു റീജിയണൽ ഇക്വാളിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റണം. ഇതാണ് ഗവൺമെന്റ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, അപ്പോ പുതിയൊരു ഇൻഡസ്ട്രി ഇടുന്നതിന് മതി ലൈസൻസ്. ഇപ്പൊ ഓൾറെഡി ഉള്ള ഒരു ഇൻഡസ്ട്രി എനിക്ക് ഒന്നും കൂടെ വലുതാക്കണം, അതിന് ലൈസൻസ് വേണോ? എങ്കിൽ നിങ്ങൾ കേട്ടോ, അതിന് ലൈസൻസ് വേണം. നിലവിലുള്ള ഒരു ഇൻഡസ്ട്രിക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ കൂട്ടണം
ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഓൾറെഡി ഒരു കോൾഗേറ്റ് എന്ന് പറയുന്ന പേസ്റ്റ് ഇറക്കുന്നുണ്ട്, അതിന്റെ കൂടെ എനിക്കൊരു മൗത്ത് ജെല്ലും കൂടെ ഇറക്കണം, അല്ലെങ്കിൽ ഞാൻ അതിന്റെ കൂടെ എന്താണ് വാട്ടറി ഫോമിലുള്ള പല്ല് തേക്കുന്നതിന് പകരം ആ കുലുക്ക് ഒഴിയുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് അത് കൂടെ അതിന്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു ബ്രഷ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെയൊക്കെ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിലും എനിക്ക് ആരുടെ അനുവാദം വേണം? ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ലൈസൻസ് വേണം. അപ്പൊ പുതിയ ഇൻഡസ്ട്രികൾ തുടങ്ങുന്നതിന് മാത്രമല്ല, ഇപ്പൊ ഓൾറെഡി ഉള്ള ഇൻഡസ്ട്രികൾ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ടും പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ലൈസൻസ് ആവശ്യമാണ്. അപ്പൊ നമുക്ക് അതുവഴി കുറെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് എന്ത് വേണം? ലൈസൻസ് വേണം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് കോൾഗേറ്റിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോ ഇതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പുതിയ ഇൻഡസ്ട്രികൾക്ക് മാത്രമല്ല, ഇപ്പൊ ഉള്ള ഇൻഡസ്ട്രികൾ ഡെവലപ്പ് ആക്കണമെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ലൈസൻസിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? അതായത് എക്കോണമിക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ എക്കോണമിക്ക് എത്രമാത്രമാണോ ആവശ്യം ആ സാധനങ്ങൾ മാത്രം, അല്ലെ ആ ക്വാണ്ടിറ്റിയിൽ മാത്രം നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പോ നിങ്ങൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിന് അത് ലൈസൻസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ ഇപ്പം നമുക്കൊരു എന്താണ്, ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ നമുക്ക് 100 കിലോ അരി മതി, പക്ഷെ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ അരിയൊക്കെ പൊടിച്ച് വേറെ രീതിയിലൊക്കെ ആക്കി അവര് കുറെ അരി, ഒരു 200 കിലോ അരി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വേണ്ട, അവർക്ക് അതിപ്പോ 300 ആക്കണമെന്നുണ്ട്. ഗവൺമെന്റ് പറയാണ് നിങ്ങൾ 300 ആക്കണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ ലൈസൻസ് തരില്ല, നിങ്ങൾ 300 ആക്കണ്ട, കാരണം നമ്മുടെ എക്കോണമിക്ക് ഓൾറെഡി ഉള്ള 100 നമുക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾ അതിൽ കൂട്ടാൻ നിൽക്കേണ്ട. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഈ പറയുന്ന എക്സ്പാൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിലും അവിടെ ഗവൺമെന്റ് എന്ത് ചെയ്യത്തില്ല? നിങ്ങൾക്ക് ലൈസൻസ് തരത്തില്ല. അതായത് ഇക്കോണമിക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് തരത്തില്ല. അപ്പൊ ഇക്കോണമിക്ക് ആവശ്യമുണ്ട്, ആ ഒരു സാധനത്തിന്റെ പ്രൊഡക്ഷൻ കൂടിയിട്ട് ഗവൺമെന്റിന് കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ സാധനങ്ങൾ കൊണ്ട് ഇക്കോണമിയിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ലൈസൻസ് തരും. അല്ലാത്ത പക്ഷം ഗവൺമെന്റ് ലൈസൻസ് തരുന്നതായിരിക്കത്തില്ല. അപ്പൊ നമ്മുടെ ഇക്കോണമിക്ക് എത്രമാത്രം ആവശ്യം മതിയോ ആ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം അവർ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതിൽ കൂടുതലാണെങ്കിൽ ലൈസൻസ് വേണം. അപ്പൊ അങ്ങനെ ഒരു കടുംപിടുത്തക്കാരനായിരുന്നു നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചത് IPR കുറിച്ചിട്ടാണ്. IPR 1956 കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പൊ ഓർത്തിരിക്കുക, ഒരു സ്റ്റേറ്റ് അല്ലെ, സ്റ്റേറ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സോഷ്യലിസ്റ്റ് ലൈനിലാണ് ഈ IPR ഒക്കെ ഉണ്ടാവുന്നത്. സെക്കൻഡ് 5 ഇയർ പ്ലാന്റെ ഒരു അടിസ്ഥാനം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന സാധനമാണ് IPR 1956. 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. പബ്ലിക് ഉണ്ട്, പ്രൈവറ്റും പബ്ലിക്കും കൂടെ ചേർന്ന് വരുന്നുണ്ട്. പബ്ലിക് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആണ്, പക്ഷെ അവിടെ മുൻതൂക്കം ഗവൺമെന്റിനാണ്. അതായത് പുതിയ ഇൻഡസ്ട്രികൾ ഇടാനുള്ള അവകാശം ഗവൺമെന്റിനാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. എന്നാൽ പ്രൈവറ്റ് സെക്ടറിന് ലൈസൻസിലൂടെ മാത്രമേ പുതിയ ഇൻഡസ്ട്രികൾ ഇടാനും പുതിയ പ്രൊഡക്ഷൻ കൂട്ടാനും ഒക്കെ അവർക്ക് പറ്റത്തുള്ളൂ. പക്ഷേ ഒരു എന്താണ് കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇവർക്ക് ഇൻഡസ്ട്രികൾ ഇടണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ലൈസൻസ് ഒക്കെ കിട്ടാൻ. ഇപ്പൊ ടാക്സ് ബെനിഫിറ്റുകളും അതുവഴി എന്താണ് വളരെ ലോയർ താരിഫിൽ ഇലക്ട്രിസിറ്റി പോലത്തുള്ള കാര്യങ്ങളും ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴി എന്താണ് ആ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഇക്വാളിറ്റി അല്ലെ നേടിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതായത് ഒരു സ്ഥലം ഭയങ്കര എല്ലാം തികഞ്ഞ സ്ഥലവും മറ്റേ സ്ഥലത്ത് ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയും വരുത്തില്ല. എല്ലാവരും ഏകദേശം ഒരുപോലെ ആവും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണോ അത് മാത്രം ഒരു രാജ്യം പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ആ രാജ്യത്തിലെ എക്കോണമിക്ക് എന്താണോ ആവശ്യം അത് മാത്രം മതി. അതിൽ കൂടുതലായാൽ ഗവൺമെന്റിൽ ഉടനെ ലൈസൻസ് എടുത്തിടും. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാന്നൊക്കെ ചോദിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗവൺമെന്റ് ഇൻഡസ്ട്രികളെ പറഞ്ഞ് പേടിപ്പിക്കും. നീ നിനക്ക് ലൈസൻസ് വേണോ, വേണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. അപ്പൊ ഇതായിരുന്നു അവസ്ഥ. അപ്പോ അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രികൾ ഓരോ ഘട്ടമായിട്ട് നമ്മൾ പറയുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ഇൻഡസ്ട്രിയുടെ ഒരു ശോചനീയാവസ്ഥയാണ്. അതിനുശേഷം നമ്മൾ പബ്ലിക് പ്രൈവറ്റ് സെക്ടേഴ്സ് ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ IPR പറഞ്ഞു. ഇനി നമുക്ക് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കൂടെ നോക്കണം. എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി? നിങ്ങൾക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം, സ്മോൾ ആണ് അല്ലെ, ചെറുതാണ്. അപ്പൊ 1955 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. 1955 വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാർവേ കമ്മിറ്റി കേട്ടോ.
ഈ രണ്ടു പേരും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ അടുത്തിലാണെങ്കിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി എന്ന് വന്നു എന്ന് ചോദിക്കാം. 1985. കാർവേ കമ്മിറ്റി എന്ന് അറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണെന്ന് ചോദിക്കാം. അല്ലെ കാർവേ കമ്മിറ്റി ഇസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് ചോദിക്കാം. അല്ലെ സ്മോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പൊ ഈ കാർവേ കമ്മിറ്റി ഒരു പഠനം നടത്തി. ആ പഠനത്തിൽ അവർക്ക് മനസ്സിലായ കാര്യം റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി അഥവാ നമ്മൾ പറയുന്ന ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ചെറുകിട വ്യവസായങ്ങളെ ഉപയോഗിക്കാം. ചെറുകിട വ്യവസായങ്ങളാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കാർവേ കമ്മിറ്റി പഠനം നടത്തിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി എന്നൊക്കെ തിരിക്കുന്നത് നമ്മൾ വെറുതെ എന്താണ് ചെറിയ ബിൽഡിംഗ് ആയതുകൊണ്ട് സ്മോൾ സ്കെയിൽ, വലിയ ബിൽഡിംഗ് ആയതുകൊണ്ട് വലിയ സ്കെയിൽ, അങ്ങനൊന്നും അല്ല. അതിനൊരു കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു ഇൻഡസ്ട്രിയെ സ്മോൾ സ്കെയിൽ ആയിട്ടും മീഡിയം ആയിട്ടും ലാർജ് ആയിട്ടും ഒക്കെ തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അല്ലെ, ഒരു ഇൻഡസ്ട്രിക്ക് നടത്താൻ പറ്റുന്ന മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതിനകത്ത് വാങ്ങിച്ചു വെക്കാൻ പറ്റുന്ന മെഷീനുകളുടെ എണ്ണം, അല്ലെങ്കിൽ അതിനകത്ത് വാങ്ങിച്ചു വെക്കാൻ പറ്റുന്ന, അല്ല വാങ്ങിച്ചു വെക്കുന്നതല്ല, അതിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിൽ അവർ നടത്തുന്ന നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഒരു ഇൻഡസ്ട്രിയെ സ്മോൾ സ്കെയിൽ ആയിട്ടും ലാർജ് സ്കെയിൽ ആയിട്ടും പറയുന്നത്. അപ്പൊ ഒരു കാര്യം ഓർത്തു വെച്ചിരിക്കുക, ഈ ഒരു ലിമിറ്റ് നമുക്ക് ഓരോ പീരീഡ് കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലെ. ഇപ്പം ഒരു 10 കൊല്ലം മുമ്പ് നടത്താൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കില്ല ഇപ്പം നടത്താൻ പറ്റുന്നത്. എന്റെ ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ 1950-കളിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് മാക്സിമം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയായിരുന്നു. ഈ 5 ലക്ഷം രൂപ വെച്ച് ഇപ്പൊ എന്തെങ്കിലും നടക്കുവോടെ? ഇല്ല. അതുകൊണ്ട് നമ്മൾ അത് മാറ്റി ഇപ്പോഴത്തെ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1 കോടിയാണ്. അതായത് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആവാനുള്ള മിനിമം യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ മാക്സിമം 1 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിനെക്കുറിച്ച് പഠിച്ച ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എങ്ങനെ നമ്മുടെ റൂറൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ കാർവേ കമ്മിറ്റി പഠനം നടത്തുന്നത്. ഓക്കെ, അവരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്രാമീണ വികസനത്തിന് ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1955-ലാണ് അത് വന്നേന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കാർവേ കമ്മിറ്റി വരുന്നത്. ഇപ്പോഴത്തെ ഒരു മാക്സിമം ഇൻവെസ്റ്റ്മെന്റ്, ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ നമ്മൾ തിരിക്കുന്നത് അതിനകത്ത് നടത്തുന്ന മാക്സിമം ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിസിലായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടത്തുന്ന എന്താണ് മാക്സിമം നിക്ഷേപം എന്ന് പറയുന്നത് 1 കോടി രൂപയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഒരു ചെറുകിട വ്യവസായം ആകുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗമില്ല. അപ്പൊ അവിടെ കൂടുതലും വർക്ക് ചെയ്യുന്നത് തൊഴിലാളികളായിരിക്കും, മെഷീനുകളായിരിക്കില്ല, തൊഴിലാളികളായിരിക്കും. അതിനെയാണ് നമ്മൾ ലേബർ ഇന്റൻസീവ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് ലേബർ ഇന്റൻസീവ് എന്ന് പറയുന്ന ഒരു മെത്തേഡും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. ക്യാപിറ്റൽ ഇന്റൻസീവ് എന്താണ് ലേബർ ഇന്റൻസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൂടുതൽ ലേബേഴ്സ്, ഇവിടെ ലേബേഴ്സ് ആയിരിക്കും കൂടുതൽ, അതിനെയാണ് നമ്മൾ ലേബർ ഇന്റൻസീവ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറയുന്നത്. ഇപ്പൊ മെഷീനുകൾ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻഡസ്ട്രികൾ എന്ന് പറയുന്നത്. അപ്പൊ 2 തരത്തിലുള്ള ഇൻഡസ്ട്രികളാണുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഒരു പാവത്തുങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അവര് കൂടുതൽ ലേബർ ആയിരിക്കും ഉപയോഗിക്കുന്നത് കേട്ടോ. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനെക്കാട്ടിലും അവർ കൂടുതലും ലേബർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതുവഴി അവർ കൂടുതൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും കൂടുതൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ കുറെ വീടുകളിലെ വിശപ്പ് അകറ്റാൻ പറ്റും അല്ലെ, കുറെ വീട്ടിലെ പട്ടിണി മാറ്റാൻ പറ്റും, ദാരിദ്ര്യം മാറ്റാൻ പറ്റും, ആൾക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. ഓക്കെ, പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് എത്രമാത്രം സ്റ്റേബിൾ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് അത് അങ്ങോട്ട് പറയാൻ പറ്റില്ല. കാരണം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഈ വലിയ വലിയ ഇൻഡസ്ട്രികളുമായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലെ. അതായത് ഇപ്പം കൊക്കക്കോള എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു കൊച്ചു, നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും പാലൊക്കെ വിറ്റ് കാശാക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക ബ്രാൻഡ് ഉണ്ടെന്ന് വിചാരിച്ചോ, അല്ലെ ഒരു ചെറിയ വീടുകളിൽ നിന്ന് തന്നെ അവര് തൈരും പാലും ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, അതിനൊരു പേരൊക്കെ ഇട്ട് അവരൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട് നടത്തുകയാണ്. അവർക്ക് ഈ കൊക്കക്കോള അല്ലെങ്കിൽ മിൽമ ഒരു ലാർജ് സ്കെയിൽ എന്നുള്ളതിനുപരി മിൽമ പോട്ടെ, അമൂല് പോലത്തുള്ള അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ച് വലിയ എന്തെങ്കിലും നെസ്ലെ പോലത്തുള്ള ഒരു
പാൽപ്പൊടി ഉണ്ടാക്കുന്ന ഏതെങ്കിലും വലിയ ഫേമുമായിട്ട് അല്ലെ വലിയ ഇൻഡസ്ട്രിയുമായിട്ട് അവർക്ക് കിടപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് പാടായിരിക്കും അല്ലെ, കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ചില സാധനങ്ങൾ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാവൂ എന്നുള്ള രീതിക്ക് നമ്മൾ മാറ്റിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പം അവർക്ക് ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവത്തില്ലല്ലോ. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഇപ്പൊ ഇന്ന സാധനങ്ങൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാവൂ എന്നുള്ള രീതിക്കൊക്കെ ഗവൺമെന്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു നമ്മൾ ഇങ്ങനെ റിസർവ് ചെയ്ത് വെക്കത്തില്ല. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രണ്ട് സീറ്റ് ഒക്കെ VIP-കൾക്ക് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് കാണാറുണ്ട്. അല്ലെങ്കിൽ ട്രെയിൻ യാത്ര നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിസർവേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് ആ ഒരു കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ, വലിയ വലിയ ആൾക്കാർ വന്ന് ഇവരെ അടിച്ചമർത്താതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഇല്ലാതാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് കുറച്ച് റിസർവേഷൻ സംഭവങ്ങൾ, അതായത് ചില സാധനങ്ങൾ ഇവര് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാവൂ എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിനൊപ്പം തന്നെ അവർക്ക് എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ പലിശയ്ക്കുള്ള ലോണുകൾ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ പലിശയ്ക്ക് ലോണുകൾ, കാരണം ഇവരെ മാക്സിമം എന്ത് ചെയ്യണം, നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മറ്റേ ലോൺ പോലത്തുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ച്വലി സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ സാധാരണയായിട്ട് നമ്മുടെ ഒരു രാജ്യം, ഇത് നമ്മുടെ രാജ്യമാണ്. ഞാൻ വീണ്ടും ഒരു ഇന്ത്യ വരയ്ക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഇന്ത്യ ആണെന്ന് വിചാരിച്ചോ നിങ്ങള്. ഈ ഇന്ത്യക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് മേലെ നമ്മൾ ചുമത്തുന്ന ഒരു നികുതിയാണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. എക്സൈസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സൈസ് ഡ്യൂട്ടി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികൾക്ക് നമ്മൾ കുറച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് വളരെ കുറഞ്ഞ തുകയ്ക്ക് അല്ലെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കിന് എന്ത് ചെയ്യുന്നുണ്ട്, ലോണുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ചില സാധനങ്ങൾക്ക് മേല് വേറെ ആരെയും പ്രൊഡ്യൂസ് ചെയ്യാൻ ഗവൺമെന്റ് സമ്മതിക്കത്തില്ല. അത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി മാത്രം ചില സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്ന് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എക്സൈസ് ഡ്യൂട്ടി കുറച്ച് കൊടുക്കുന്നുണ്ട്. ബാങ്ക് ലോണുകൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ കൊടുക്കുന്നുണ്ട്. ലേബർ ഇന്റൻസീവിന്റെ കാര്യമൊക്കെ നമുക്ക് പറയാം അല്ലെ. കൂടുതൽ ആൾക്കാർക്ക് ജോലിയൊക്കെ കൊടുക്കുന്നതാണിത് കേട്ടോ. അപ്പൊ 1955 കാർവേ കമ്മിറ്റി എന്തായാലും നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പോഴത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ട് ഒരു 1 crore ആണെന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നൊന്നുകൂടെ പറയാം. നമ്മൾ ഇൻഡസ്ട്രി തൊട്ടാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോ എന്താണ് ഇൻഡസ്ട്രി എന്നുള്ളതും അതിന്റെ എന്തായിരുന്നു പ്രീ ഇൻഡിപെൻഡൻസിൽ അല്ലെ നമ്മുടെ അവസ്ഥയെന്നും പബ്ലിക് പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ചും IPR വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ 3 സെക്ടറും കാറ്റഗറി നന്നായിട്ട് പഠിച്ചോളുക. ലൈസൻസിന്റെ കാര്യം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനിയും പറയാനുണ്ട്. അതുപോലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേൺ.